വീണ വിജയന് ഇന്ന് നിർണായകമാണ്. അതായത് എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാൻ SFIO രംഗത്ത് വന്നതിന് ശേഷം വീണ വിജയൻ ആകെ അങ്കലാപ്പിലാണ്. SFIO അന്വേഷണം കർണാടക ഹൈക്കോടതി റദ്ദാക്കിയാൽ വീണയ്ക്കൊപ്പം CPMനും ഇന്ന് ശ്വാസം വിടാം. വിധി മറിച്ചായാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഗുരുതര സാമ്പത്തിക കുറ്റങ്ങളിൽ വീണ വിജയൻ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരും. CPM ക്യാപ്സ്യൂളുകളും മതിയാകില്ല. തിരിച്ചടിയെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള പ്ലാൻ ബിയുമായി പിണറായിയുടെ ക്വിക്ക് റെസ്പോൺസ് ടീമും രംഗത്തിറങ്ങിയിട്ടുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട എക്സാലോജി കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കാനിരിക്കെ വീണ വിജയനൊപ്പം CPMനും നെഞ്ചെടുപ്പ് കൂടുകയാണ്. വീണയ്ക്കെതിരെ അന്വേഷണം തുടരാനാണ് വിധിയെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് CPM കടുത്ത സമ്മർദ്ദത്തിലാകും. മുഖ്യമന്ത്രിയും മകളെയും ന്യായീകരിക്കാൻ തയ്യാറാക്കിയ ക്യാപ്സ്യൂളുകൾ ഒന്നും തന്നെ പോരാത്ത അവസ്ഥയുമുണ്ടാകും. അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ ആശങ്ക നിറയുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല വിധി പറയുക. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന പ്രധാനി. അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകമാണ്. കമ്പനി കാര്യനിയമത്തിലെ ചട്ടം 210 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായും സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം 2012 പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ല എന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം. അതേസമയം ROC അന്വേഷണ റിപ്പോർട്ടിൽ അടക്കമുള്ളതാകട്ടെ വീണയുടെ കമ്പനിയുടെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പ്രയാണം വളരെ ബുദ്ധിമുട്ടേറിയതാകും. 2 സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്നുപോലും അറിയില്ല എന്നാണ് വീണയുടെ കമ്പനിയുടെ പ്രധാന വാദം. അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല. SFIO പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടിൽ നിന്നുണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് CMRL വഴി 135 കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായനികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിൽ 1.72 കോടി രൂപ വീണ വിജയൻ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട്. വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ SFIO പോലുള്ള സംവിധാനം ആവശ്യമായതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയതെന്ന് ASG വാദിച്ചു. വാദങ്ങൾ വിശദമായി കേട്ട കോടതി SFIO ചോദിച്ച രേഖകൾ നൽകാനും അന്വേഷണവുമായി സഹകരിക്കാനും എക്സാലോജിക്കിന് നിർദ്ദേശം നൽകിയിരുന്നു. കേസിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങരുതെന്ന് SFIOയും കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ 3 ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത്. ആദായനികുതി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഈ 3 അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. 3 വർഷം മുൻപ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പല തവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണം കേരളത്തിൽ ചർച്ചയായത് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് താനും.